Good afternoon, Good Miss. afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു മിസ്. എന്താ ജയശ്രീ എന്താ കഴിച്ചത്? എന്താ സ്പെഷ്യൽ എന്തായിരുന്നു? മിസ് ഇന്ന് രാവിലെ വൺപയർ തോരനായിരുന്നു. പിന്നെ സാമ്പാറ്, അവിയല്, മാങ്ങ ചമ്മന്തി. അതെ അല്ലേ? ഹസ്ബൻഡും ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യും. അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പൊ ഇവിടെ ഉള്ളതും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഐറ്റം. പിന്നെ ചീരക്കൂട്ടാനുണ്ട് മിസ് തറവാട്ടിൽ നിന്ന് വന്നത്. എല്ലാം എടുത്തില്ല. ഓ വിഭവ സമൃദ്ധമായിരുന്നു എന്ന് പറഞ്ഞതാ. മിസ് ഇന്ന് തന്ന ചേട്ടത്തിയമ്മ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി അങ്ങോട്ടും കൊടുക്കും, അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരും. അവിടെ തരുവേ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കും, ഇങ്ങോട്ടും തരും. അപ്പൊ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീരക്കൂട്ടാനാണെന്ന്. മിസ് എന്താ കഴിച്ചേ? ഞാൻ സാലഡാ കഴിച്ചേ. ഏതാ? സാലഡാ കഴിച്ചേ. ആഹാ. അത് ഇന്നലെ തിരുവൈരാണിക്കുളത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ണിയപ്പം പ്രസാദം. കൊറേ നല്ലതാണ് മിസ്, നല്ലതാണ്. ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് ചോറ് കൊണ്ടുവന്നില്ല. കാരണം ഇന്നലെ കുറെ കഴിച്ചല്ലോ, അതുകൊണ്ട് ഇന്നൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു ചേഞ്ച്. ഓക്കെ. അത് ഉണ്ണിയപ്പൊക്കെ കണ്ട ഭയങ്കര കൊതിയാ. പിന്നെ ആ ബുന്തി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടാ. അത് അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട്, അവിടെ ചെന്നാല് അത് കിട്ടും. അപ്പൊ അതും മേടിച്ചു കഴിച്ചു. അങ്ങനെ കുറെ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട്. അല്ല, ഏതമ്പലത്തിലാണ് മിസ്? തിരുവൈരാണിക്കുളം എന്നാണോ പറഞ്ഞത്? ഇന്നലെ ചേടത്തിയൊക്കെ വന്നിരുന്നു കേട്ടോ അവിടെ. അപ്പൊ ഇന്നലെ അവിടുത്തെ വിശേഷം അല്ലേ? ഇന്നലെ എന്തോ വിശേഷമായിരുന്നല്ലോ അവിടെ തിരുവൈരാണിക്കുളം. അതെ, അതെനിക്കറിയില്ല. ഞാൻ ഇന്നലെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോയത്. അതെ അല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 3:30 ഇവിടുന്ന് പോയി. ആ ടൈമിലാണ് ചേട്ടത്തിയും ഇറങ്ങിയത്. ആ ടൈമിലാണ് എനിക്ക് മെസ്സേജ് കണ്ടത്. ഞാൻ പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ തിരക്കുണ്ടായിരുന്നു മിസ്? നല്ല തിരക്കുണ്ടായിരുന്നു. അതെ അല്ലേ? ഓക്കെ. എന്തോ ഒരു വിശേഷമുണ്ട്, ഞാൻ മറന്നുപോയി മിസ്. തിരുവരാണിക്കുളത്ത് ഇന്നലെ അത് അവരും പോയിരുന്നേ, ചേട്ടത്തിയൊക്കെ പോയിരുന്നു. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകം പോവാറുണ്ട്. അത് നമ്മുടെ ഒരു സഭയിൽ നിന്ന് പോണതാണ്, തുളുബ്രാഹ്മണത്തിന്റെ ഒരു സഭയിൽ നിന്ന് എല്ലാരും കൂടി. അപ്പൊ എന്താണെന്ന് ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, പറയാം മിസ്, പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രെയർ ചെയ്തോളൂ കേട്ടോ. പ്രെയർ ഞാനാണ്. ഈശ്വര കൈകുപ്പി നിൽപ്പു ഞാൻ നിന്നുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണൂവിനും കാരണനായുള്ള തമ്പുരാനേ, അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിക്കും. കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞൊരെ മാതൃകയായിട്ടു സ്വീകരിക്കും. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. ഗോപി ചേച്ചിയായിരുന്നു. ഗോപി ചേച്ചിക്ക് പാടില്ലാന്ന് തോന്നുന്നു മിസ്. പക്ഷെ ലെഫ്റ്റ് ആയി തോന്നുന്നു, കാണുന്നില്ല ഇപ്പം. പാടില്ല, പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. ഓക്കെ, ഞാൻ പറയണം സൈൻ. ഓക്കെ, എന്ത്
ഒരു പാട്ട് പാടാം. ഒരു തമിഴ് പാട്ടാണേ. അല്ല സൈനിങ് ഞാൻ ചെയ്തോളാം കേട്ടോ. എനിക്ക് നെറ്റിലായിരുന്നു, അതാണ്. ഓക്കെ ഓക്കെ ചെയ്തു. എന്തോ ഗോപിക? ഞാൻ ഇവിടെ മരം മുറിക്കുന്ന അപ്പുറത്തെ വീട്ടില്, അപ്പൊ അവര് കറണ്ട് ഓഫ് ചെയ്ത്, അപ്പൊ ഞാന് നെറ്റ് എന്റെ വൈഫൈ കട്ടായി. ഇപ്പൊ ഞാന് നമ്മളുടെ മൊബൈൽ ഡേറ്റ വഴിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇടയ്ക്ക് കട്ടായി പോയത്. തുടങ്ങാണേ. ഇതൊരു കഥയാണ് പറയുന്നത്. ഒരിക്കൽ ഒരു യുദ്ധത്തിന് പേര് കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. എല്ലാ യുദ്ധത്തിന് പോകുമ്പോഴും രാജാവിന്റെ കൂടെ കമ്പാനിയനായിട്ട് ഒരു ആന വരുമായിരുന്നു. ഈ ആന ഭയങ്കര ശക്തനും വിശ്വസ്തനും പേടിയില്ലാത്തവനുമായിരുന്നു. എപ്പോഴൊക്കെ രാജാവിന്റെ കഴിവിനെ അഭിനന്ദിക്കുന്നുവോ അപ്പോഴൊക്കെ രാജാവ് തന്റെ അതിന്റെ പക്ഷെ ഇപ്പോൾ ആകെ മാറി. ആനയ്ക്ക് വയസ്സായി, യുദ്ധത്തിനൊന്നും പങ്കെടുക്കില്ല. മിക്ക സമയം കേൾക്കുന്നുണ്ടോ മാം? സ്റ്റക്കായി പോകുന്നുണ്ട്. കുഴപ്പമില്ല, പറഞ്ഞു. ഓക്കെ. ആനയ്ക്ക് വയസ്സായി. അപ്പോൾ ആനയ്ക്ക് എന്താണ്, യുദ്ധത്തിനൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. ആ മിക്ക സമയത്തും ആന എന്തെയ്യാ, കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരികെയാണ് ചെയ്യുന്നത്. രാജാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഒരു ദിവസം ആന നടക്കുന്ന സമയം വല്ലാത്ത ദാഹം തോന്നി. അവൻ അടുത്തൊരു കുളം കണ്ടു. ആ കുളത്തിലോട്ട് പോകുന്ന വഴിയില് ചതുപ്പ് നിലം അവൻ ശ്രദ്ധിച്ചില്ല. നടന്നു പോകുന്ന വഴി ആ ചതുപ്പിലേക്ക് ആന വീഴും. എത്ര ശ്രമിച്ചിട്ടും അവൻ ആ ചതുപ്പിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയില്ല. അവൻ അവിടെ കിടന്നുകൊണ്ട് ഉറക്കെ ചിഹ്നം വിളിച്ചു. ആൾക്കാരെല്ലാം ഓടിക്കൂടി. അവനെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും അവന് എഴുന്നേൽക്കാൻ പറ്റിയില്ല. അങ്ങനെ രാജാവ് വന്നു. രാജാവിന്റെ കൂടെ തന്റെ പ്രഗത്ഭരായ ഭടന്മാരെ കൂട്ടിയാണ് രാജാവ് അവിടെ എത്തിയത്, തന്റെ ആനയെ എങ്ങനെയെങ്കിലും ആ ചതുപ്പിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി. പക്ഷെ അവിടെ നിന്നും അവന് ആ ചതുപ്പിൽ നിന്ന് അവര് ശ്രമിച്ചിട്ട് പോലും അവന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ആ സമയമാണ് ബുദ്ധൻ അതുവഴി പോയത്. ബുദ്ധനെ കണ്ട് രാജാവ് ബുദ്ധനോട് ചോദിച്ചു. അപ്പോൾ ബുദ്ധൻ ആനയുടെ അവസ്ഥ മനസ്സിലാക്കിയ ശേഷം രാജാവിനോടായി പറഞ്ഞു, ഏറ്റവും നല്ല സൈനികരെ അണിനിരത്തിക്കൊണ്ട് കാഹളം മുഴക്കൂ. അത് കേട്ട് രാജാവ് തന്റെ ഏറ്റവും നല്ല സൈനികരെ അണിനിരത്തി കാഹളം മുഴക്കി. ഈ കാഹളം കേട്ടപ്പോൾ ആന വിചാരിച്ചു അവൻ യുദ്ധത്തിന് പുറപ്പെടാൻ പോവുകയാണെന്ന്. ആ ഒരു ശ്രമത്തില് ആന സ്വയം ആ കുഴിയിൽ നിന്നും, ആ ചതുപ്പിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യം, പലപ്പോഴും നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് തളർന്നു പോകുമ്പോൾ നമ്മൾ എന്തിനാണ് തുടങ്ങിയതെന്ന കാര്യം മറന്നു പോകും. എപ്പോഴും നിങ്ങൾ എവിടെ നിന്നാണ് ഇവിടം വരെ എത്തിയതെന്നും ഇതുവരെ എത്താൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നും എന്തിനാണ് താൻ ഇതൊക്കെ തുടങ്ങിയതെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. എന്നാലേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും പകുതി വഴിയിൽ തളർന്നു പോകരുത്. When you feel like quitting, remember why you started and always remember your struggles. Thank you. Signing by Gopika. Okay, very good. തോട്ട് ഞാനാണ് മിസ്. Every teacher once was a student. Every winner once was a loser. Every expert once was beginner. But all of them have crossed the bridge called learning. ഓരോ അധ്യാപകനും ഒരിക്കൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഓരോ വിജയിയും ഒരിക്കൽ പരാജിതനായിരുന്നു. ഓരോ വിദഗ്ധനും ഒരിക്കൽ ഒരു തുടക്കക്കാരനായിരുന്നു. എന്നാൽ അവരെല്ലാവരും പഠനം എന്ന പാലം കടന്നവരാണ്. APJ അബ്ദുൽ കലാം. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏതിന്റെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല മിസ്സേ, നമ്മൾ സിംഹം വരെ എടുത്തായിരുന്നു. ചാപ്റ്റർ എടുത്തോണ്ടല്ലേ ഇരുന്നേ, പെട്ടെന്ന് സമയം പോയി എന്ന് പറഞ്ഞത്. സാമ്പിൾ എഴുതാൻ പറഞ്ഞിരുന്നു മിസ്? ഇല്ല.
എവിടെ വരെ എടുത്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്? ക്ലാസ്സില് സിംബദിസം വരെ ഏതാണ്? സിംബദിസം അത് ഫിനിഷ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് എടുത്തത്? മിസ് ഏതെങ്കിലും ഒക്കെ ഫിനിഷിംഗ് ഉണ്ടോ? പാർട്ട് 1 and 2 ഫസ്റ്റ് ചാപ്റ്റർ എടുത്തില്ലേ? കൺസെപ്റ്റ് ഒക്കെ എടുത്തു. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. എടാ നമുക്കിനി സെക്കൻഡ് പാർട്ടിലെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും നീഡ്സും ഇൻഡിവിജ്വൽ ഡിഫറൻസും മാത്രമല്ലേ ഉള്ളൂ? നീഡ്സ് എടുത്തതല്ലേ? എടുത്തു. നീഡ്സ് എടുത്തായിരുന്നോ? ഫുൾ എടുത്തായിരുന്നോ? എടുത്തു കഴിഞ്ഞു. എഡ്യൂക്കേഷണൽ സൈക്കോളജിയും ഇൻഡിവിജ്വൽ ഡിഫറൻസും മാത്രമേ ഉള്ളൂ അല്ലേ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് തുടങ്ങി. തുടങ്ങി. രമ്യ നീഡ്സിന്റെ ഇത് മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. മിസ് പിന്നെ എടുത്ത് മറ്റേ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്സ് എടുക്കാൻ തുടങ്ങിയായിരുന്നല്ലോ നീഡ്സ് കഴിഞ്ഞിട്ടേ. നീഡ്സിന്റെ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ്. ഓക്കെ. ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇനി എടുക്കാനുള്ളത്? എഡ്യൂക്കേഷൻ സൈക്കോളജി സൈക്കോളജിയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്തിട്ടില്ല. ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എടുത്തതാണ്. ആതിര മിസ് തുടങ്ങി. ഇൻഡിവിജ്വൽ ഡിഫറൻസ് തുടങ്ങിയായിരുന്നു. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജി മാത്രമേ എനിക്കുള്ളൂ. പാർട്ട് 1 എല്ലാം കംപ്ലീറ്റ് അല്ലേ? കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലേ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ഒരു സെമിനാർ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇത് പ്രസന്റ് ചെയ്യണം. ഇതുവരെ ആ സെമിനാർ പ്രസന്റ് ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ? ഇല്ല മിസ്. അപ്പൊ ഡിഫൻസ് മെക്കാനിസം കേട്ടോ, പ്രത്യേകിച്ചുമായി ഇൻട്രൊഡക്ഷൻ പാർട്ട്. എല്ലാ മെക്കാനിസവും പറയണം മിസ്? ഇല്ല, ഏതെങ്കിലും ഒന്ന് മതി, എല്ലാം ചെയ്യണ്ട. അപ്പൊ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം ആരൊക്കെയാണ് ഏതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോ കോമ്പൻസേഷൻ തന്നെ 5-6 പേര് ചെയ്യും, അത് വേണ്ട. ഗ്രൂപ്പിലൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ പാർട്ട് എല്ലാവരും ചെയ്യാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇല്ലേ, അതെല്ലാവരും ചെയ്യാം. അത് കൂടാതെ ഒരു ടോപ്പിക്, ഒരു ഡിഫൻസ് മെക്കാനിസം എടുക്കുക. അപ്പൊ നിങ്ങള് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കുമല്ലോ അടുത്ത ബുധനാഴ്ച, പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറയാം കേട്ടോ. ഇപ്പൊ വെറൈറ്റി ആയിട്ട് ഇപ്പൊ 14 എണ്ണം അല്ലേ കൊടുത്തിരിക്കുന്നത്? അല്ല, 12 എണ്ണം. 12 ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചാണ് ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിലോട്ടൊന്നും പോവണ്ട. നോക്കാം, നമുക്ക് 10 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ പോകണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ലാഗാവും. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. നോക്കൂ, നിങ്ങള് പറയാൻ കുറെ അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ക്ലാസ്സിൽ കുറെ അധികം സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ സെമിനാർ പ്രസന്റ് ചെയ്യണം. ഓക്കെ മിസ്, ഞങ്ങളൊന്ന് ചുരുക്കി പറയാം, ഒരു എക്സാമ്പിളും അല്ലേ? ഓക്കെ മിസ്. ചുരുക്കി പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തുറന്നു പറയാം.
അതായത് ഇതൊരു എന്താ പറയാ നമ്മുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് തുറന്നു പറയാം. ടൈം നോക്കണ്ട, കുഴപ്പമില്ല, നമുക്കൊന്ന് നോക്കാം. നമുക്കിനി ഞാനതാണ് ചോദിച്ചത്, ഏതെങ്കിലും ചാപ്റ്റർ പെൻഡിങ് ആണോ? അപ്പൊ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. അത് എനിക്ക് തോന്നുന്നു മിക്കവാറും ജിഷാ മിസ് ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആദരാബിസ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ ഏതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. ഇതിപ്പോ നമുക്കൊന്ന് നോക്കാം. സെമിനാർ പ്രസന്റ് ചെയ്യിപ്പിക്കാറുണ്ട് ഞാൻ ഡിഫറൻസ് മെക്കാനിക്സിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വിഡ്രോവൽ ആണ്. റീഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വായിച്ചിട്ട് മനസ്സിലായവർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വിഡ്രോവൽ? മിസ്സേ, ഇതില് പറയുന്നത് എന്താ വെച്ചാല് ഒരു വ്യക്തി അവർക്ക് എന്തെങ്കിലും ലൈഫിൽ ചില സിറ്റുവേഷനിൽ അല്ല പ്രോബ്ലംസ് ഉണ്ടായാല് അവരത് വിഡ്രോ ചെയ്ത് അത് തട്ടി മാറ്റിയിട്ട് ഒഴിവാക്കി കളയും. അപ്പൊ അവർക്ക് അതിൽ നിന്ന് അതിന്റെ ഫെയിലർ എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. സിറ്റുവേഷൻ അത് ഫേസ് ചെയ്യാതെ അത് തട്ടി മാറ്റി കളയും. അപ്പൊ അതിന്റെ ഫെയിലർ എന്താണോ അതുകൊണ്ട് അവർക്ക് എന്താണ് ഉണ്ടാവണമെന്നൊന്നും അവര് ബോധർ ചെയ്യൂല. അവരാ പ്രശ്നം വിഡ്രോ ചെയ്ത് കളയും. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? തങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ അതിൽ നിന്നും ഒഴിവായി പോവുക, പിന്മാറി പോവുക. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നുണ്ടാകുന്ന പരാജയ ഭീതിയോ അപകട ഭീതിയോ മൂലമായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. അതിൽ നിന്നും അവര് സമാധാനം കണ്ടെത്തുന്നു. പിന്മാറുന്നതിലൂടെ സമാധാനം കണ്ടെത്തുന്നവരാണ് വിഡ്രോവൽ. Some people are prone to withdraw from the situation in which they experience difficulty. If they refuse to face their problems, there is no danger of failure in connection with them. അതായത് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക, അതാണ് വിഡ്രോവൽ എന്ന് പറയുന്നത് കേട്ടോ. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ലൈഫിൽ നേരിടുവാണെങ്കിലോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കാണുവാണെങ്കിലോ കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കുവാണെങ്കിലോ ആ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. അതിന് ഞാൻ എക്സാമ്പിള് പറയാം. ചില ആളുകള് മരിച്ചു കഴിഞ്ഞാല് നമ്മൾ ഡെഡ് ബോഡി കാണാൻ പോവാറില്ല, ഇല്ലേ? കൂടുതൽ മെജോറിറ്റി വരുന്ന ആളുകളെ കുറിച്ചിട്ടല്ലോ പറയുന്നേ. നമ്മുടെ ആളുകളിൽ ചില ആളുകൾക്കെങ്കിലും ഈ ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ
ഇവർക്ക് മാനസികമായിട്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, ഒരു മരിച്ച വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആ വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തതും ആ വ്യക്തിയുടെ ഓർമ്മകളും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കൂടി വരിക. അപ്പൊ ഇത്തരത്തിലുള്ള ഓർമ്മകളും അതുപോലെ തന്നെ ആ ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ ഓർമ്മയിലേക്ക് വരുമ്പോൾ ഇവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചില വ്യക്തികൾക്ക് പേടി ഉണ്ടാകാം, ചിലപ്പോ രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിലപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചെന്ന് വരാം, അല്ലെങ്കിൽ എന്താ പറയുക കരഞ്ഞ് ഭയങ്കരമായിട്ട് എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഫേസ് ചെയ്യാതിരിക്കുന്നതാണ് ഇവരുപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം. കാരണം ഈ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കറിയാം എന്തായാലും തന്റെ മനസ്സിന് പ്രശ്നം ഉണ്ടാകും എന്നറിയാം. അപ്പൊ മനസ്സ് തന്നെ അവിടെ പറയുന്നുണ്ട് ഈ വ്യക്തിയെ കാണാൻ പോകണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനുമായിട്ട് നീ ഇന്ററാക്ട് ചെയ്യേണ്ട എന്ന് മനസ്സ് തന്നെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മനസ്സ് തന്നെ പറയുവാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണത് ഈ വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പൊ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന ഡിഫൻസ് മെക്കാനിസം ആണെന്ത് വിഡ്രോവൽ. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. ചില പേഷ്യൻസ് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ ആക്സിഡന്റ് പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം മൂലമാകാം, അല്ലെങ്കിൽ ചിലപ്പോ വയസ്സായിട്ടായിരിക്കാം, അല്ലെ പ്രായമാകുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടായിരിക്കാം. അപ്പൊ അഡ്മിറ്റ് ആകുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളോട് പറയാറുണ്ട്, നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ പറയാറുണ്ട് അവര് ചെന്ന് കാണണം കേട്ടോ. കാരണം ചിലപ്പോ ആ വ്യക്തി അധികം നാളിന് ജീവിച്ചിരിപ്പുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോ പറയുന്നത് നമ്മളോട് പോയി കാണണം. ചില വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസ് ഉണ്ടാകാം, അല്ലെ? അപ്പൊ ഇവരെയൊക്കെ ചെന്ന് കാണാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരും. കാരണം നമുക്ക് കൂടുതൽ പേടിയായിരിക്കും, അല്ലെ? നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു മനുഷ്യനും ഒരിക്കലും സന്തോഷത്തോടെ പോകാത്തൊരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, അല്ലെ? സന്തോഷം ഉണ്ടാവും എപ്പോഴാ? ഒരു കുഞ്ഞിനെ കാണാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലെ? പുതുതായിട്ട് എന്താ പറയാ ഇവിടെ ജനിച്ച, അതായത് ന്യൂ ബോൺ ബേബീസിനെ കാണാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലാതെ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാകും, പേടി തട്ടും, അല്ലെ? അയ്യോ എനിക്ക് ഈ ഒരു അവസ്ഥ വരല്ലേ, എനിക്ക് മാത്രമല്ല ലോകത്തിൽ ആർക്കും ഈ ഒരു അവസ്ഥ വരുത്തല്ലെന്ന് നമ്മള് ഒരു തവണയെങ്കിലും നമ്മൾ ചിന്തിക്കും. നമ്മൾക്ക് പണമില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വീടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് രോഗമൊന്നും ഇല്ലാതിരുന്നാൽ മതി എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? അപ്പൊ ഒരാളെ കാണുമ്പോൾ, പക്ഷെ അത് കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ ലൈഫിലോട്ട് പോകും, അല്ലെ? നമ്മളിങ്ങനെ ദൈവത്തിനോട് വിചാരിക്കുമോ ഒരു ഇത് കൊടുത്ത് ഒന്നും വേണ്ട എനിക്ക് ഈ ഒരു അവസ്ഥ, ഇത്തരത്തില് രോഗിയായി കിടക്കുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇത്തരത്തില് അപകടത്തിൽപ്പെട്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവാതിരുന്നാൽ മതി എന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നേ? ആണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാണുമ്പോൾ, അതായത് ഇത്തരത്തില് ഇപ്പൊ ആക്സിഡന്റ് പറ്റി ക്രിട്ടിക്കൽ ആയിട്ടൊരു പേഷ്യന്റ് കിടക്കുന്നു, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന പേഷ്യൻസ്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ടെൻഡൻസി, അതായത് ചില ആളുകൾ പോവില്ല. ഇപ്പൊ എത്ര ക്ലോസ് വൺ ആണെങ്കിൽ പോലും സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, പോകാനായിട്ട് അവർക്ക് തോന്നില്ല. കാരണം അവരുടെ മൈൻഡിന് താങ്ങാനായിട്ട് സാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, അത് അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പോകാത്തത്. അപ്പൊ മനഃപൂർവ്വം തന്നെ എന്ത് ചെയ്യാണ്, അപ്പൊ ചില ആളുകൾ പറയും അഹങ്കാരി, നിനക്ക് നാളെ ഈ ഒരു അവസ്ഥ വരാം, അപ്പൊ നിന്നെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നെഗറ്റീവായിട്ട് വിചാരിക്കും, എന്നാലും അവള് വന്നില്ലല്ലോ, ഒന്ന് കാണാനായിട്ട് വന്നില്ലല്ലോ, എത്രത്തോളം അഹങ്കാരം അവളുടെ മനസ്സിൽ ഉണ്ടായിട്ടാണ് അവർക്ക് കാണാൻ വരാത്തത് എന്നൊക്കെയായിരിക്കും മറ്റുള്ള ആളുകൾ പറയാ, അല്ലെ? പക്ഷെ ഇവർക്കറിയാം ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഇവർക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാല് പിന്നീട് ഇവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ആലോചിക്കുന്നത്. ഞാൻ ആ ടൈപ്പിലത്തെ ആളാണ്, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല.
എന്റെ മോള് എന്റെ കൺമുന്നിൽ വെച്ചിട്ട് എന്നെ വണ്ടി ഇടിച്ചു. പക്ഷെ ഞാൻ തിരിഞ്ഞിട്ട് കരഞ്ഞിട്ട് അവളെ കാണണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു പോണത്. കാരണം എനിക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക്. എന്റെ മുന്നിൽ വെച്ചിട്ട് ഹൈവേ വെച്ച് മോളെ വന്നിട്ട് മോളെ അങ്ങോട്ട് തെറിച്ച് വീണ് മുഖടിച്ചിട്ട്. എന്റെ മോൾക്ക് എന്തോ പറ്റിയെന്നുണ്ട്. ഞാൻ കരഞ്ഞിട്ട് മോളെടുത്തേക്ക് പോണില്ല, ഞാൻ തിരിഞ്ഞിട്ട് പോണ്. വാപ്പ കൂടെ ഉണ്ടായിരുന്ന കാരണം ആൾക്കാരൊക്കെ കൂടി മോളെടുത്ത് കൊണ്ടുവരുമ്പോഴും മോളെ എനിക്ക് കാണിച്ചു തരണ്ടാന്ന് ഞാൻ. കാരണം മോളെ മുഖം അങ്ങനെ ഇങ്ങനെ ആകെ വികൃതായ പോലെ അടിച്ച് വീണപ്പോ ചുണ്ടും പല്ലൊക്കെ മൂക്കൊക്കെ ഇതായി. അപ്പൊ എനിക്കത് കാണാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ എന്നിട്ട് ആംബുലൻസിൽ ഞാൻ കേറി. പക്ഷെ എനിക്ക് അത് കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ പറഞ്ഞ മതി മരിച്ച വീട്ടിൽ പോവാനും എനിക്ക് പറ്റില്ല തീരെ. അന്ന് രാത്രി ഞാൻ ഉറങ്ങൂല. അപ്പൊ ഉമ്മ അടുത്ത് വേണം, അങ്ങനത്തെ ഒരു ഇത്. ഇപ്പൊ കുറച്ച് മാറി, പക്ഷെ ചെറുപ്പത്തിൽ തീരെ പറ്റിയിരുന്നില്ല. അങ്ങനത്തെ ഒരു ഇത് എനിക്കുണ്ട്, പറ്റാത്തൊരവസ്ഥ. എനിക്കും ഉണ്ട് മിസ്. അതായത് പ്രിയപ്പെട്ടവര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം രാത്രി ഉറക്കം വരില്ല. നല്ല അടുപ്പമുള്ളവര് പെട്ടെന്നൊക്കെ കൊറോണ ടൈമിലൊക്കെയാണ് അതേപോലെ മാമനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അറ്റാക്ക് വന്നിട്ട്. പക്ഷെ ഹോസ്പിറ്റലിലായിരുന്നു, ശ്വാസം മുട്ട് ഭയങ്കരമായി അങ്ങനെയൊക്കെ. പിന്നെ അവര് തന്നെയായിരിക്കും മനസ്സിലിങ്ങനെ വരുന്നത്. മിസ്സേ, അതുപോലെ എന്റെ മേമയുടെ അനിയൻ ഇതേപോലെ സൂസൈഡ് ചെയ്തതായിരുന്നു. അപ്പൊ വീട്ടിൽ എന്തോ പ്രശ്നമായിട്ടേ നോക്കുമ്പോ ഒരാള് വയറ്റിന് 9 മാസം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മൂത്ത കുട്ടി ചെറിയ കുട്ടി തന്നെയാണ്. പക്ഷെ ആ കുട്ടിക്ക് കണ്ണ് കാണില്ല, അങ്ങനെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അപ്പൊ എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാന് പോയപ്പോ ഇതേപോലെ ആ കുട്ടി അച്ഛനിപ്പോ വരും എന്നിട്ട് അച്ഛൻ എപ്പോഴും വരിക, അമ്മ മിഠായി എപ്പോഴും കൊണ്ടുവരിക, എനിക്ക് കളിപ്പാട്ട് എപ്പോഴും കൊണ്ടുവരിക, ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ. അപ്പൊ പറയാം കളിപ്പാട്ട് എപ്പോഴും കൊണ്ടുവരാ അച്ഛൻ വായോ. കുട്ടിക്ക് അറിയില്ല അച്ഛൻ മരിച്ചു എന്ന് അറിയില്ല. അപ്പൊ ആ കുട്ടിയുടെ ഇതും എല്ലാരും പറയുന്നുണ്ട് അവനെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വൈകിട്ടൊക്കെ വരുമ്പോ അച്ഛൻ എന്തേലും കൊണ്ടുവരും കുട്ടിക്ക്. അപ്പൊ അച്ഛൻ എപ്പോഴാ വരിക നമ്മോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ വിഷമത്തിലും അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ അധികം നേരം അവിടെ നിന്നില്ല, വേഗം വന്നു. പക്ഷെ മരിച്ച് കിടക്കണ ആളെ കാണുമ്പോഴല്ലേ ഏറെ വിഷമം, ഈ കുട്ടി പറയണ കേൾക്കുമ്പോഴാണ് ഏറെ വിഷമം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്തരത്തില് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു മെക്കാനിസം ആണിത്, ഈ ഒരു വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം. കേട്ടോ. അപ്പൊ 2 രീതിയിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് മരിച്ചു പോകുന്ന, അതായത് മരിച്ചുപോയ ആളെ കാണാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ആ സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ തന്നെ ആക്സിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടൊക്കെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ആളുകളെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇതൊക്കെ നമുക്ക് വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസവുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഇനി ലാസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ്. നന്നായിട്ട് വായിക്കൂ കേട്ടോ. ഞാൻ ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അപ്പോ എല്ലാവരും തന്നെ വായിക്കുക.
ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ ആരെങ്കിലും. അർച്ചന രാജേഷ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് നമ്മളെ ഒരു കൽപ്പനാ ലോകത്ത് ജീവിക്കുന്നു. അതായത് യഥാർത്ഥ പ്രശ്നങ്ങള് നമ്മൾ നേരിടുമ്പം അതിനെ നേരിടാൻ പറ്റാതെ വരും നമ്മളൊരു കാൽപ്പനിക ലോകത്തിലോട്ട് നമ്മൾ പോകുന്നു. അതായത് പ്രശ്നം നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ അങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്നും മാറുന്നതിന് വേണ്ടി നമ്മളൊരു കാൽപ്പനിക ലോകത്തിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ കൽപ്പനാ ലോകം. ഒരു കാൽപ്പനിക ലോകത്തിൽ ഇരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണോ? വേറെ ആരെങ്കിലും പറയാമോ? മിസ്, പകൽ സ്വപ്നം എന്നത് യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ്. പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കാൻ ശ്രമിക്കാതെ നമ്മൾ മനസ്സിലൊരു കൽപ്പനാ ലോകം സൃഷ്ടിക്കുന്നു. അതായത് പകൽ സ്വപ്നം സൃഷ്ടിക്കുന്നു. ആ കൽപ്പനാ ലോകത്തിൽ പരാജയമില്ല, എല്ലായ്പ്പോഴും വിജയം മാത്രമാണ്. ഇത് കുറച്ചു സമയം മനസ്സിന് ആശ്വാസം നൽകും, പക്ഷെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ഇതുപോലെ തന്നെ മനുഷ്യർ പ്രശ്നങ്ങളെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റു ചില മാർഗങ്ങളുണ്ട്. എല്ലാം സ്വന്തം കാഴ്ചപ്പാടിൽ മാത്രം കാണുക. അതായത് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാതെ ദിവാസ്വപ്നം കാണുന്നതാണ് എന്ത് ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പണം ആവശ്യമാണെന്ന് വിചാരിക്കാം. ജീവിക്കാനായിട്ട് എന്തെങ്കിലും പണം വേണമല്ലോ, പണം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മള് വെറുതെ ഇരുന്ന് നമ്മൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, അല്ലെ? അതിനെന്ത് ചെയ്യണം? നമ്മള് നല്ല രീതിയിൽ അധ്വാനിക്കണം, അല്ലെ? നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മോണ്ടിസോറി ടീച്ചർ ആവണം. ഓക്കെ, മോണ്ടിസോറി ടീച്ചർ ആവണമെങ്കിൽ എന്തായാലും മോണ്ടിസോറി കോഴ്സ് പഠിക്കണം. അതുകൂടാതെ എഫേർട്ട് എടുക്കണം, നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യണം, പരീക്ഷ പാസ്സാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, മോണ്ടിസോറി ടീച്ചർ ആവാൻ പറ്റുള്ളൂ. അതിന് പകരം മോണ്ടിസോറി ടീച്ചർ ആകുന്നത് ഡെയിലി സ്വപ്നം കാണാണെന്ന് വിചാരിക്കുക. തൽക്കാലത്തേക്ക് നമുക്കൊരു ആശ്വാസം കിട്ടുമെങ്കിൽ കൂടിയും പിന്നീട് എന്ത് ചെയ്യില്ല, ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ സ്വപ്നം കാണാൻ മാത്രമാണ് ചെയ്യുന്നത്, നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കുന്നില്ല. അപ്പൊ ആ സ്വപ്നം നമ്മുടെ കൂടെ നിൽക്കുമോ? എഫേർട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് എഫേർട്ട് എടുക്കണം. ഓക്കെ, ഇതിന്റെ ഇതായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്വപ്നം കാണുക മാത്രമാണ് ചെയ്യുന്നത്, പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ വർഷമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ആദ്യം ഇത് പറഞ്ഞു തീർച്ചട്ടെ. അപ്പൊ ഈ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും സ്വപ്നം കാണാം. പക്ഷെ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്താലാണ് അത് നമ്മളിലേക്ക് സഫലമാകുള്ളൂ, നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വെറുതെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാല് നമുക്ക് എന്ത് കിട്ടില്ല, ആ ഒരു കാര്യം കിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ നിമിഷം ഇവിടെ ഇരുന്ന് എനിക്ക് ആലോചിക്കാം, ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചെയറിലിരിക്കുന്നത് എനിക്ക് ഇപ്പൊ സ്വപ്നം കാണാം. കാരണം സ്വപ്നം എപ്പോ വേണമെങ്കിലും കാണാം, അല്ലെ? നമുക്ക് എന്ത് വേണമെങ്കിലും കാണാം, അല്ലെ? നമ്മള് അംബാനിയെ പോലെ ആകുന്നത് നമുക്ക് സ്വപ്നം കാണാം, അല്ലെ? അപ്പൊ നമുക്ക് ആ സമയത്ത് ഭയങ്കര സന്തോഷം തോന്നുമോ? ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചെയറിലാണ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. പക്ഷെ കുറച്ച് അതെ, അമേരിക്കക്ക് പോകുന്നത് സ്വപ്നം കാണാം, സ്വിറ്റ്സർലാൻഡിൽ താമസിക്കുന്നത് സ്വപ്നം കാണാം, അല്ലെ? പോണെങ്കിൽ എല്ലാം വിൽക്കേണ്ടി വരും. ബുർജ് ഖലീഫയില് ഒരു ഫ്ലാറ്റ് മേടിക്കുന്നത് സ്വപ്നം കാണാം, അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് സ്വപ്നം കാണാം. സ്വപ്നം കാണുമ്പോൾ നമുക്ക് നിങ്ങളും ചിലപ്പോ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, അല്ലെ? പല കാര്യങ്ങളും നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ആ സ്വപ്നം കാണുമ്പോൾ ഇത് നല്ല സ്വപ്നം, ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തോന്നും നമുക്ക്. കാരണം നമ്മൾ അത് മനസ്സിൽ കാണുമ്പോൾ നമുക്കത് കിട്ടി എന്നുള്ള തോന്നലാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക, അല്ലെ? അപ്പൊ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. അപ്പൊ
ആ സമയത്തേക്ക് നമുക്ക് തൽക്കാലം ഒരു ആശ്വാസം കിട്ടും, അല്ലെ? തൽക്കാലം ഒരു ആശ്വാസം കിട്ടും. അത് ഉറപ്പായിട്ടും വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇത്തരത്തില് നമ്മള് താൽക്കാലികമായിട്ട് ഈ ഡേ ഡ്രീമിംഗ് അഥവാ ദിവാസ്വപ്നം കാണുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുകയാണ്. മാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? ആ, അതായത് അതായത് ഫോണിന്റെ ശബ്ദം പോയി. അതെയോ? ഫാന്റസി ഫാന്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ദിവാസ്വപ്നം കാണുവാണ്, ഡേ ഡ്രീം ചെയ്യുവാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പോൾ ആ പ്രശ്നം നമ്മൾ പരിഹരിക്കാതെ നമ്മൾ അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെ പരിഹരിക്കുന്ന മാർഗം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേ ഡ്രീം ചെയ്യുന്നു. ഓക്കെ, ഇപ്പോ ഹസ്നയോട് ആരെങ്കിലും ഒരു 10,000 രൂപ വന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. ഹസ്നയുടെ കയ്യിൽ 10,000 രൂപ ഇല്ല. ഹസ്നയ്ക്ക് സഹായിക്കണം എന്നുണ്ട്, പക്ഷെ ഇല്ല. പക്ഷെ ഹസ്ന എന്ത് ചെയ്യണം? 10,000 രൂപ അയാൾക്ക് കൊടുക്കുന്നത് സ്വപ്നം കാണുവാണ്. തൽക്കാലത്തേക്കെങ്കിലും ഹസ്നയ്ക്ക് ഒരു സമാധാനം കിട്ടുക, ഞാൻ 10,000 രൂപ അയാൾക്ക് കൊടുത്തല്ലോ, ഞാൻ അത് മനസ്സിൽ കണ്ടല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും അയാൾ ചോദിക്കുമ്പോഴായിരിക്കും റിയാലിറ്റിയിലേക്ക് വരിക, ഞാൻ അത് കൊടുത്തിട്ടില്ല. അതിനെയാണ് ഡേ ഡ്രീം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് പല കാര്യങ്ങളും ഡേ ഡ്രീം ചെയ്യാം. ഡേ ഡ്രീം ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സമയത്തേക്ക് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ, ഈ ഡേ ഡ്രീമിങ്ങും മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ചില സമയത്ത് നമുക്കിത് ഉപകാരപ്പെടും, പക്ഷെ നമ്മൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഹാർഡ് വർക്ക് വെറുതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒന്നും മാനിഫെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നെഗറ്റീവ് എനർജി നമ്മളുടെ നിന്ന് പോകും. നമ്മളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് നമ്മുടെ ഇതിൽ വിട്ടുപോകും. നമ്മൾക്ക് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. അപ്പോ ഈ ഡേ ഡ്രീം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നല്ലതാണ്. അത് ഡിഫൻസ് മെക്കാനിസം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മളില് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും എന്തുകൊണ്ട് സഹായിക്കുന്നുണ്ട്? ഈ ഡേ ഡ്രീമിന് പറ്റുന്നുണ്ട്. നമ്മൾ തുടർച്ചയായിട്ട് ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു കാര്യം എപ്പോഴാണെന്നോ സക്സസ്ഫുൾ ആകുന്നത്, എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ അറിയാം. നമ്മൾ ഡെയിലി ഒരു കാര്യം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിൽ പോസിറ്റീവ് എനർജിയാണ് ഉള്ളതെങ്കിൽ അത് നമ്മളിൽ നടത്തപ്പെടുന്ന പറയുന്നത്, ഉണ്ടാകുന്ന. മറിച്ച് നമ്മളൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾക്ക് നെഗറ്റീവ് എനർജിയാണ് ആ സമയത്ത് ഉണ്ടാവാന്ന് വിചാരിക്കുക. അനാവശ്യമായിട്ടുള്ള തോട്ടുകള്, അസൂയ, കുശുമ്പ്, ജലസി എന്നൊക്കെ പറയില്ലേ, ആ സംഭവങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് വർക്കാവില്ല. അങ്ങനെയാ പറയുന്നത്. അധികം ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഒരു വിധത്തിൽ പറഞ്ഞാല് നമ്മുടെ സക്സസിനൊക്കെ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ ഡെയിലി ചിന്തിക്കുക. അതായത് നിങ്ങളത് മനസ്സിൽ കാണാം. ഇപ്പൊ ജയശ്രീക്ക് ഒരു കാർ വേണം എന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ വലിയൊരു വീട് പണിയണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് മനസ്സിൽ ഡെയിലി കാണുക. ഡെയിലി കാണുന്നതിലൂടെ, ഡെയിലി കാണുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ പല കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. അത് അതായത് ഇപ്പൊ ഒരു വീടാണ് വേണ്ടതെങ്കിൽ ആ വീടിനെ നമ്മൾ ഇങ്ങനെ മൈൻഡിൽ കാണുമ്പോൾ അതിന്റെ ഇടയ്ക്ക് അവരങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള തോട്ടുകളും കാര്യങ്ങളൊന്നും വരരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നെഗറ്റീവ് എനർജി വർക്കാവും, ആ കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നടക്കില്ലെന്നാ പറയുന്നത്. അപ്പൊ ഒരു രീതിയിൽ പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനും ഈ ഒരു വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിനും കുറച്ച് കണക്ഷൻ ഉണ്ട്. മെജോറിറ്റി അല്ല കേട്ടോ ഞാൻ പറയുന്നത്, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായാലോ മോളെ? മനസ്സിലായി മിസ്സേ, മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് ചെയ്യാട്ടോ. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ഒരുവിധം നല്ലതാ, പക്ഷെ അതിന് പണിയെടുക്കാൻ വേണം. നമ്മള് മാനിഫെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലി, നല്ല രീതിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ PSC വഴി ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ PSC വഴി ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ PSC ഓഫീസിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ നമ്മൾ ID കാർഡ് ഒക്കെ ഇട്ട്
അവിടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നമ്മൾ ഒപ്പിടുന്നതാണ് സൂപ്പർവൈസറുടെ മുമ്പിൽ. അത് നമ്മളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ അതിനു വേണ്ടി പഠിക്കണം. പഠിച്ചാൽ മാത്രമാണ് എന്ത് കിട്ടുക, നല്ലോണം പഠിക്കണം, കൊറേ ട്രൈ ചെയ്യണം. എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് അത് നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റ് വന്നവരുടെ ഈ റിവ്യൂസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അവർ പഠിക്കുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് അടുത്ത വർഷം ഈ സമയം ഞാൻ ഇത്ര റാങ്കിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞ് എഴുതി വെക്കും അവര്. അപ്പൊ ഡെയിലി പഠിക്കുമ്പോ അത് കാണുമ്പോ അവർക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നവരുണ്ട് മിസ്സേ, നമുക്ക് അത് റിവ്യൂസ് കാണുമ്പോൾ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഫോണിന്റെ വാൾപേപ്പർ ഇടും, നമ്മുടെ ഇഷ്ടപ്പെട്ട സംഭവം എന്താന്ന് വെച്ചാൽ അത് എന്നും ഡെയിലി കാണുന്നതാണ്. പക്ഷെ കിട്ടിയാൽ അക്കാണ് മിസ്, കിട്ടിയാൽ അക്കാണ്. കുറെ പേർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ മിസ്, കിട്ടുന്നുണ്ട്. പക്ഷെ നല്ലോണം പരിശ്രമിക്കണം. 5 വർഷമൊക്കെ ചിലപ്പോ നല്ലോണം ഇരുന്ന് പഠിച്ചവർക്കൊക്കെയാണ് കൂടുതലും. എന്നാൽ കുറെ പേര് പഠിച്ചിട്ടും കിട്ടാത്തവരും ഉണ്ട്. പക്ഷെ അവരങ്ങനെ തന്നെ ഇരുന്ന് ഏജ് കഴിഞ്ഞു പോവാണ് വേറെ ഒന്നിലേക്ക്. പിന്നെ അതിന് ശേഷമാണ് അവര് വേറെ രീതിയിൽ ചിന്തിക്കുന്നത്. എന്റെ ചേച്ചിയാണ് ഇരിക്കാം മിസ്, റാങ്ക് ലിസ്റ്റ് കേറിയിട്ടുണ്ടേ, 2 എണ്ണത്തിന്റെ കേറിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ. അതിങ്ങനെ നോക്കി ഇരിക്കുവാണേ. ഒത്തിരി 8 വർഷം പഠിച്ച് നന്നായിട്ടിരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് കേറി, ജോലിയുടെ നോക്കിയിരിക്കുക. എന്തായാലും അത് കിട്ടും. നമ്മള് അത് നമ്മൾക്ക് ഒരു ലക്ഷ്യമായിട്ട് അത് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും അത് കിട്ടും. അതിനുവേണ്ടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഷുവർ ആണ് അത് കിട്ടും. ഓക്കെ, നമ്മുടെ പൗലോ കോയിലോയുടെ വാക്കുകളില്ലേ, നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചാല് നിങ്ങൾക്ക് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. അത് മാനിഫെസ്റ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പൗലോ കോയിലോയുടെ വാക്കുകളൊക്കെ. അപ്പോ നമ്മള് ഇത്തരത്തിലുള്ള, പിന്നെ മാക്സിമം നമ്മൾ എപ്പോഴും, അതായത് ഇത്തരത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. ചില ആളുകളുണ്ട് എപ്പോഴും മറ്റുള്ളവരോട് അസൂയ, കുശുമ്പ്, അല്ലെ, മറ്റുള്ളവരെ കുറ്റം പറയുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു കാര്യം നടക്കില്ല. കാരണം നമുക്ക് അവിടെ പോസിറ്റീവ്നെസ് ഉണ്ടാവില്ല, ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് നടക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ രമ്യ പറയുന്നത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ. വിഷൻ ബോർഡ് നല്ലതാണ്. വാൾപേപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ ഉള്ളത് അത് ഓരോ പിക്ചേഴ്സ് ആയിട്ട് എടുത്തിട്ട് വാൾപേപ്പറിൽ ഹോൾഡ് സെറ്റ് ചെയ്യും. അപ്പൊ നമ്മളിത് ഡെയിലി കാണുവാണല്ലോ. അപ്പൊ ഡെയിലി നമ്മളത് കാണുമ്പോൾ അത് കണ്ടു കഴിഞ്ഞുകൊണ്ട് മാത്രമല്ല, നമ്മൾക്ക് അതിലേക്ക് ഒരു ആഗ്രഹം തോന്നും, അത് നിറവേറണമല്ലോ, ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും അത് കണ്ടു കഴിഞ്ഞാൽ. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ ഓക്കെ. പിന്നെ മറ്റ് ചില ഡിഫൻസ് അതായത് ഈ ഡേ ഡ്രീമിംഗ് പോലെ തന്നെയുള്ള ഡിഫൻസ് മെക്കാനിസങ്ങളാണ് ഡിസൊല്യൂഷൻ, ഈഗോസെൻട്രിസം, റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അതൊന്ന് വായിച്ചാൽ മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. എന്ത് തോന്നി ഈ ചാപ്റ്റർ കഴിഞ്ഞപ്പോ? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? കൊള്ളാം മിസ്, നമ്മൾ ഓരോ സാഹചര്യത്തിലും നമ്മൾ തന്നെ സ്വീകരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ നമ്മളെ ലൈഫ് കാര്യങ്ങളായിട്ട് അതിന്റെ റിലേഷൻ ഉണ്ട് ഓരോ കാര്യങ്ങൾക്ക്. ഇപ്പൊ അന്ന് പറഞ്ഞില്ലേ ജസ്റ്റിന്റെ കാര്യം, മോന്റെ ഇതേപോലെ അവന് പഠിക്കാൻ ഇതാണെങ്കിൽ കുറച്ച് മോശമാണെങ്കിലും അവൻ ഇതിൽ നല്ലോണം കഴിവ് തെളിക്കുന്നുണ്ടായിരുന്നു, ഫുട്ബോളിലും ചെസ്സിലും ഒക്കെ. അതൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് റിലേറ്റഡ് ആണ്, ലൈഫിലെ കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ എത്ര എണ്ണത്തിന് എക്സാമ്പിൾ എഴുതി നിങ്ങളിപ്പോ? ഞങ്ങളൊന്ന് എക്സാമ്പിൾ ചെയ്യിപ്പിച്ചിരുന്നു മിസ്. ഐഡന്റിഫിക്കേഷൻ വരെ തോന്നുന്നു എഴുതിയത്. ഐഡന്റിഫിക്കേഷൻ വരെ അല്ലേ? നെഗറ്റീവിസം എഴുതിയില്ലായിരുന്നോ? ഇല്ലല്ലേ? എന്നാ ബാക്കിയുള്ളതിനൊന്ന് എക്സാമ്പിൾ എഴുതാം കേട്ടോ. ഒരെണ്ണം വീതം മതി, ഒരെണ്ണം വീതം.
ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞുള്ള ബാക്കി, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ, റിപ്രഷൻ, റിഗ്രഷൻ, നെഗറ്റീവിസം, സിമ്പത്തിസം, വിഡ്രോവൽ, ഡേ ഡ്രീമിംഗ്. ഒരെണ്ണം വീതം എഴുതിയാൽ മതി കേട്ടോ.
എഴുതി കഴിഞ്ഞവര് തമ്പ് ചെയ്യണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ എഴുതിയായിരുന്നോ? സബ്സ്റ്റിറ്റ്യൂഷൻ അതൊന്ന് വായിക്കാമോ? അത് മാത്രം വായിച്ചാൽ മതി, ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എഴുതിക്കൊണ്ട് വന്നാൽ മതി കേട്ടോ. സെമിനാർ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രസന്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിളും എഴുതിക്കൊണ്ട് വരിക. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന അനിമോൾ ഒന്ന് വായിച്ചേ എക്സാമ്പിള്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ കല്യാണം BEd കഴിഞ്ഞ ഉടനെ ആയിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞൊരു 6 മാസം PSCയുടെ കോച്ചിങ്ങിന് പോയായിരുന്നു. അതിനുശേഷം പ്രഗ്നന്റ് ആയി. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്
കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകാതെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ വീട്ടിലിരുന്നു. പിന്നെ അത്രയും ഇയർ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഇപ്പം ജോലിക്ക് പോയാലും എക്സ്പീരിയൻസ് ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ തഴഞ്ഞു പോവുകയാണ് മിസ്. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ ഓക്കെ. എഴുതിയിട്ടുണ്ടോ? സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് ഒരു കുട്ടിക്ക് പുറത്ത് പോയി കളിക്കണം. മഴ പെയ്യുന്നതിനാൽ അവൻ വീടിനുള്ളിൽ തന്നെ വീഡിയോ ഗെയിം കളിക്കുന്നു എന്ന് പറയുന്ന പോലെ. ഇപ്പൊ എനിക്ക് ഇതേപോലെ മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു ടീച്ചർ ആവണമെന്ന്, പക്ഷെ നടന്നില്ല. അപ്പൊ അങ്ങനെ ഇതേപോലെ ലാസ്റ്റ് കുട്ടികളെ 3 പേരെയും ഒരു ഇതിലാക്കി ഇപ്പൊ വീണ്ടും ട്രൈ ചെയ്യുന്നു ടീച്ചർ ആവാനായിട്ട്. ഇപ്പൊ ആ ഒരു സ്റ്റേജിന്റെ അടുത്ത് വരെ എത്തി. അപ്പം പകരം വെക്കലിനാണല്ലോ മിസ്. അപ്പം അങ്ങനെ അത് വേണം. പിന്നെ പറയണോ മിസ് സബ്ലിമേഷൻ? വേണ്ട വേണ്ട, സബ്ലിമേഷൻ പിന്നെ മതി. രമ്യ സബ്സ്റ്റിറ്റ്യൂഷൻ പറയാമോ? മിസ്സേ, ഇപ്പം ഒരു കുട്ടി ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആ കുട്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ ആ കുട്ടിക്ക് എന്താണ് ഒരു ടീമിനും സെലക്ഷൻ കിട്ടുന്നില്ല. സെലക്ഷൻ കിട്ടാത്തത് കാരണം ആ കുട്ടി പിന്നീട് ആ റൂട്ടിൽ നിന്നും മാറി ചിന്തിക്കുകയാണ്. ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് എന്താണ് പിന്നെ സ്പോർട്സ് കോച്ചായിട്ട് ചേരുകയോ ഏതെങ്കിലും സ്കൂളില് അതുവഴി എന്താണ് അയാളുടെ ആ ഒരു ആഗ്രഹത്തിന്റെ സഫലീകരണം നടന്നിട്ടില്ല. എന്നിരുന്നാലും ആ വഴിയിൽ ചിന്തിക്കുന്നുണ്ട് അയാൾ. ഓക്കെ. ഇനി ആരാണ് എഴുതിയിട്ടുള്ളത്? ശരണ്യ. മിസ്സേ, എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടാ. അതുപോലെ തന്നെ ചെറുപ്പത്തില് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് എൻ്റെ ഉണ്ണി മരണപ്പെട്ടത്. അപ്പോ വീട്ടിലെല്ലാരും പറഞ്ഞു വേണ്ട, കളിക്കാൻ പോവണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അത് ഒരു എന്താ പറയാ, ഒരു ഭയങ്കര വേദനയായിരുന്നു. അതിങ്ങനെ പകുതി വെച്ച് അമുക്കാലായിരുന്നു. പിന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോ പിന്നീട് അത് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും കളിക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോ കാലിന് ഒരു പ്രോബ്ലം വന്നു. അപ്പൊ കാലിന്റെ ശരീരത്തിൽ എല്ല് മുഴുവൻ റബ്ബർ പോലെയാണ് പറയണേ. കാരണം സ്റ്റെപ്പ് കയറുമ്പോ സൂക്ഷിക്കണം, ഓടാൻ പാടില്ല, വേഗത്തിൽ നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നു. കുറച്ചും കൂടി ഉണ്ട് ഏജ് ആയപ്പം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചില്ല. അതിന്റെ പകരം എന്റെ മോളെ ഞാനിപ്പോ ക്ലാസിക്കലി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ എന്തായാലും ഒരു കാലത്ത് നടക്കും. അതിപ്പോ നടന്നില്ലെങ്കിൽ കൂടിയും അതിനൊരു സമയം ഉണ്ടാവും. നമുക്ക് ദൈവം തരുന്നൊരു സമയം എന്ന് പറയില്ല, ആ സമയത്ത് അത് നടന്നിരിക്കും. ഓക്കെ. അപ്പോ നിങ്ങൾ ആ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനിഫെസ്റ്റേഷൻ അതൊരു നല്ലൊരു ടൂളാണ്. അത് ചെയ്യുക. എപ്പോഴായാലും നിങ്ങളുടെ ആഗ്രഹം നടക്കും കേട്ടോ. സ്വപ്നം ഫലിക്കും പറയാറുണ്ട് മിസ്. അതെ അതെ ഇല്ലേ? പകൽ ഇതേവരെ പണ്ട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ്. അപ്പൊ അവര് അന്നത്തെ ദിവസം വരുന്നത് ഇങ്ങനെ ഒരു ഇത് ഉണ്ട്. അങ്ങനെ സ്വപ്നം കണ്ട് ചില കാര്യങ്ങൾ നടക്കാറുണ്ട്. അത് വളരെ ചെറുതാണ് കേട്ടോ. അതായത് നമ്മുടെ റിലേറ്റീവ് ഒരു അച്ഛനറിയാവുന്ന ഒരാൾ ഇപ്പൊ ഇടയ്ക്ക് വരാറുണ്ട്. റിലേറ്റീവാണ്. അപ്പം ഇടയ്ക്ക് ഇതേപോലെ വരും വീട്ടില് ഒരുമിച്ച്, മാമനെയൊക്കെ അറിയാവുന്ന. അപ്പൊ അങ്ങനെ ഇതേപോലെ അവര് വരാറുണ്ട് അന്നത്തെ ദിവസം. സ്വപ്നം കണ്ട ദിവസം ചിലപ്പോ വരും. അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ ക്ലാസ്. സമയമായി. എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ക്ലാസ് ഉണ്ട്. അതാണ് കേട്ടോ പെട്ടെന്ന് പോകുന്നേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? താങ്ക് യു മാം. അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതിയോ? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അതല്ല സെമിനാർ ബുക്കിലാണോ ചെയ്യേണ്ടത്? സെമിനാർ ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു പേപ്പറിലായാലും ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. ഓക്കെ, താങ്ക് യു മാം. സെമിനാറിന്റെ സ്റ്റെപ്സ് ഒന്നും വേണ്ടല്ലോ, നമ്മൾ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പോരെ?
സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു കണ്ടന്റ്, ഒരു കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നിങ്ങളുടെ കൂടെ ഇംഗ്ലീഷിലല്ലേ മിസ്? മലയാളം നിങ്ങൾക്ക് മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നത് അതുപോലെ ചെയ്യാം. മലയാളം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇംഗ്ലീഷിനാണെങ്കിൽ അത് യൂസ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് കേട്ടോ. ഓക്കെ, താങ്ക് യു.